ஐயோ ஏன் வீட்டுக்கா? ஐயோ வாங்க வாங்க உள்ள வாங்க. நீங்க என் வீட்டுக்கு ஐயோ உட்காருங்க. ഹസ്ബൻഡ് அவரு அன்னைக்கு சொன்னனே பாம்பேல இருக்காரு. இன்னும் பாம்பேல வரவே இல்லையா? வரமாட்டாரு. என்னது இது நீங்க இந்த நேரத்துல? என்ன விஷயம்? ஹலோ, உங்க பையனா? கணேஷ் எழுந்துருப்பா, போ போய் விளையாடு. போயிட்டான். இப்ப சொல்லுங்க. ഇൻഫിനിറ്റി ഓഫ് ഫെർട്ടിലൈസേഷൻ വി ഹാവ് ബീൻ ടു தமிழ். ഇത് പിന്നെ ഒരു ശാരീരിക ബന്ധത്തിന്റെ കാര്യമായതുകൊണ്ട് ഓപ്പണായിട്ട് എപ്പടി சொல்றது ഒരു ஆணும் பொண்ணும் சேரும்போது தானே குழந்தை பிறக்கிறது. இப்போ அவங்க ஒன்னா சேர்ந்தாலும் குழந்தை பிறக்கணும்னில்லை. அதுக்கு அதுக்கு சேஃபான நிறைய வழி இருக்கே. അതല്ല, ബീജം ബീജം ಅದಕ್ಕೆ ഗർഭപാത്രം തേവതാനെ. അതുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ. ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തില് നീങ്ക കൊഞ്ചം കോപ്പറേറ്റ് பண்ண നടക്കും. நீங்க இவ்ளோ சொல்லும்போது நான் வேண்டான்னு சொல்ல போறேன். ராத்திரி பின்பக்க வழியா வாங்க, உங்களுக்காக நான் கதவை திறந்தே வச்சிருக்கேன். കുടിക്കുന്നത് കൊഞ്ചം തണ്ണി കിടക്കുമാ? ஒரு நிமிஷம். എന്റെ പൊന്നോ ഡോക്ടറെ, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമുക്കിത് ശരിയാവില്ല, വേറെ നോക്കാം. അപ്പൊ നടക്കില്ലേ? നടക്കില്ലേ? നമ്മൾ ഉദ്ദേശിച്ചത് നടക്കില്ല. എങ്ങനെ? ഇത് ആളെ എക്സ്ട്രാ ഡീസന്റാ. സാറ് വണ്ടി കയറിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല. കുഴപ്പമായോ? എന്റെ പൊന്നോ, പതുക്കെ. ഇത് കുറെ നേരം ആയല്ലോ ഇങ്ങനെ ചുറ്റുന്നത്. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവരൊക്കെ അല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂ? എന്താ ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ളവരല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂന്ന് പറയാ? അങ്ങനെ ഇപ്പൊ ആരാ? ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മുരുകൻ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വീണ് നടു തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. നല്ല കഷ്ടപ്പാടില്ല. വെരി ഗുഡ്. അയാളുടെ വൈഫ് എങ്ങനെയാ കാണാൻ? വൈഫ് കാണാൻ നല്ലതാ, നമുക്ക് ചേരും. അങ്ങനെയാണെങ്കിൽ അയാളുടെ വീട്ടിലോട്ട് വിട്. ഹരഹരോ ഹരഹര. ഇവിടത്തെ ആൾക്കാരൊക്കെ പാവങ്ങളാ. ഡോക്ടർക്ക് വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്കൊന്നും വരാറില്ല. നല്ല സ്ഥലവാ, ഒരു റിസോർട്ട് ഫീൽ ഉണ്ട്. അയ്യോ, അതല്ലേ മുരുകന്റെ ഭാര്യ. വാ വാ വാ, ഇതാ വഴി. അമ്മ വണക്കമ്മ. என்னங்க இந்த பக்கம்? ஒண்ணுல முருகனை பாக்கிறதுக்கு டாக்டர் வந்திருக்காரு. டாக்டர் ஜான் சிட்டிலப்பள்ளி. அப்படியா? வாங்க வாங்க. அவரெங்க? இதோ இருக்காரு. வா வாங்க. பாப்பா எப்படி இருக்கீங்க முருகா? என்னப்பா 2 வருஷமா படுத்த படுக்கையிலே தான் எல்லாம். சாப்பாட்டு கூட வழி இல்லை. அந்த கடவுள் தான் வந்து கருணை காட்டணும். இப்ப முருகன் சொன்ன கடவுள் இருக்குல்ல, அதுதான் டாக்டர் உருவத்துல வந்திருக்காரு. மீதி அவர் சொல்லுவாரு. പറഞ്ഞോളൂ. You know Mr. Murugan, in vitro fertilization is not just a treatment. It's a service and surrogacy is a divine duty. டாக்டர், நீங்க மலையாளத்திலேயே பேசுங்க டாக்டர். நான் மலையாளத்துல எல்லா ஹீரோக்கும் டூப் போட்டிருக்கேன். மலையாளம் பேசினா புரியும். அது வந்து பணம் தான் നമ്മുടെ പ്രശ്നം, കുളന്ത താൻ അവരുടെ പ്രശ്നം. മലയാളം മലയാളം. അല്ല, മുരുകന്റെ ഭാര്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയും ഐശ്വര്യവും ഒക്കെ ഉണ്ട്. മുരുകൻ ഒന്ന് കണ്ണടച്ചാൽ ഇവളെ വെച്ച് നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. It's only a matter of 10 months. Don't disturb. ഒരൊറ്റ തവണ ഗർഭം ധരിച്ചാൽ മതി. 10 ലക്ഷം രൂപ ഇന്ത വീട്ടിൽ വരും. മനസ്സിലായില്ലല്ലേ? ഒരു അമേരിക്കൻ ഫാമിലി അവരുടെ എംബ്രിയോ മുരുകന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒന്ന് നിക്ഷേപിക്കണം. അത്രേ ഉള്ളൂ. അമ്മ, ഡോക്ടർ എന്നെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് മനസ്സിലായില്ല. അയാള് തളർന്നു കിടക്കുകയാന്നല്ലേ താൻ പറഞ്ഞത്? പക്ഷെ ചവിട്ടിന് ഒരു തളർച്ച ഇല്ലല്ലോ. അത് പിന്നെ ഡോക്ടറുടെ ഡയലോഗ് കേട്ട ആർക്കും ഒന്ന് ചവിട്ടാൻ തോന്നും. ഓ, എംബ്രിയോ എന്നൊക്കെ കേട്ടപ്പോ അയാൾ എന്തോ പച്ച തെറിയാന്ന് വിചാരിച്ചത്. ഭ്രൂണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലായിരുന്നോ?
ഇതൊക്കെ ഒരു നയത്തിലും തന്ത്രത്തിലും വേണ്ടേ പറയാൻ ഡോക്ടറെ. ഏത് നയത്തിലും തന്ത്രത്തിലും ഒക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണല്ലോ പറയേണ്ടത്. എന്തായാലും മിസ് ഇന്ത്യ പോലത്തെ ഒരു പെണ്ണായിരുന്നു അവള്. അതേതായാലും പോയി കിട്ടി. ഇനി വേറെ നോക്കാം വാ. മിസ് ഇന്ത്യ ഇതാ. ഇந்தாங்க. എന്റെ ആകെ കൂടിയുള്ള പ്രതീക്ഷ ഫൈറ്റർ മുരുകനായിരുന്നു. ഹര ഹരോ ഹര, മുരുകനും പോയി കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതുപോലെ തളർന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും ഫൈറ്റ് മാസ്റ്ററോ ഡാൻസ് മാസ്റ്ററോ ഉണ്ടോ? വൈഫ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. ഒന്ന് പോ ഡോക്ടറെ ഇവിടുന്ന്. മുഞ്ചാമേ എവിടെ വെച്ച്? 50 ரூபானே. சரி அண்ணா, நாளைக்கு ரோலக்ஸ் ஹோட்டல்ல பார்க்கலாம். நீங்க கூப்பிட்ட போதும். சரி வரேன். ദേ ഏ ആ പെണ്ണ് കൊള്ളാമല്ലോ. ഏതാ അതാ? ആ. അത് കേസാ. വക്കീലാണോ? ഹേയ്, ആ കേസല്ല. കേസ് കെട്ട് റോസിലി. മലയാളിയാ, നമുക്ക് ശരിയാവില്ല. നോട്ട് കെട്ടാണോ കേസ് കെട്ടാണോ എന്ന് അമേരിക്കക്കാർക്ക് എങ്ങനെ അറിയാം? കാണാൻ ചന്തമുണ്ടോ, ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടോ, അത് മതി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഉറപ്പായിട്ട് നടക്കും. ഡോക്ടറുടെ കയ്യിൽ കർച്ചീഫ് ഉണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് മുഖം മറയ്ക്കുന്നത് നല്ലതാവാ. നിർബന്ധമാണോ? വാ. ഇതൊക്കെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരു കേസ് കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഗർഭിണിയാക്കാൻ നടക്കുന്നു. വയറും വീർത്ത് ഗർഭമായിട്ട് നടന്നാലേ നാട്ടുകാരെന്ത് പറയും? ഓ, നാട്ടുകാരെന്തോന്ന് പറയാൻ? ചുമ്മാ അതൊന്നും അല്ലല്ലോ. രൂപ 10 ലക്ഷം തന്നിട്ടല്ലേ? പിന്നെ നാണക്കേട്. അത് പിന്നെ പൈസ തീർത്തോളില്ലേ? നമ്മള് ഫീൽഡിൽ നിന്ന് മാറിയാലേ തള്ളിക്കറൻ ആളങ്ങ് ക്യൂ നിക്കുക. പെറ്റേച്ച് വരുമ്പോഴേ നമ്മുടെ ഡിമാൻഡ് അങ്ങ് പോകും. കെട്ടിയോനില്ലാതെ പെറ്റ പെണ്ണിനെ പിന്നെ ആരെങ്കിലും കെട്ടുവോ? ഡോക്ടർ കെട്ടുവോ? ഞാൻ മാരീഡാ. ടൈലർ കെട്ടുവോ? ഇല്ല. ഇത് കെട്ടുപൊട്ടിയ കേസാ. കെട്ടുമുറുകുന്നതിന്റെ സ്ഥലം വിടാൻ പാ. വരട്ടെ സിസ്റ്ററെ, ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പൊ ഞങ്ങളെ നിക്കണ്ടല്ലേ? ഇറങ്ങിയിരിക്കുന്നു മാനം മര്യാദ ഇല്ലാത്തവന്മാര്. ആരും കണ്ടു കാണില്ലല്ലോ. ഇവിടെ എന്നെ പരിചയമുള്ള ആരും ഉണ്ടാവില്ല. ஹாய் படி, how are you? അയ്യേ, ആരാ മനസ്സിലായില്ല. என்ன தெரியலையா உங்க Facebook friend 9 நேத்து நீங்க போஸ்ட் பண்ண போட்டோவுக்கு ஆசம்னு கமெண்ட் பண்ணிருந்தீங்களே. உங்க ப்ரொஃபைல்ல ஃபிலிம் ஸ்டார் நயன்தாரா போட்டோ தானே போட்டிருக்கு. யப் புரிஞ்சு போச்சு. എടാ പാവി, എന്നെ ഏമാത്തിയാச்சு. എന്താ ഡോക്ടറെ? ഫിലിം സ്റ്റാർ നയൻതാരയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാ കണ്ടോ, ഇപ്പൊ ആക്രി കച്ചവടോ. ഓക്കെ ബഡി, പറ്റുമാ? നയൻതാര ബൈ. ஓகே பை டியர். വിട്ടോ കുഴപ്പമായി. വണ്ടി വിട്ടോ, ഇജടാസാണ്. ചാന്ത് പൊട്ട് വിട്ടോ. രഞ്ജിത്തെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, വണ്ടി പിടിക്കാം. ഒരു മര്യാദയില്ലാത്ത അവനവന് പറ്റുന്ന പണി ചെയ്താ പോരെ ഡോക്ടർ. ഇനി ഈ ഗർഭപാത്രം ഭ്രൂണത്തിനൊന്നും ഞാനില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വരട്ടെ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കാം.